എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 32-ാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എല്ലാവരും മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണേ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്തേക്കണം. പോസ്റ്റ് ചെയ്യുന്ന മുഴുവൻ രചനകളും തടസ്സമേതുമില്ലാതെ നിങ്ങളിലേക്ക് എത്തിക്കൊള്ളുമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ജോസും മോളിയും ഓടിയെത്തി. അപ്പോഴേക്കും തന്നെ സാറാമ്മച്ചി ഒരു തവണ ഛർദ്ദിച്ചിരുന്നു. ഛർദ്ദിക്കുന്നത് അത്ര നല്ല ലക്ഷണമല്ല. അങ്ങനെ വന്നാൽ ഒരു നിമിഷം പോലും താമസിക്കാതെ ആശുപത്രിയിൽ എത്തിക്കണമെന്നും തോമസ് കുട്ടി പ്രത്യേകം പറഞ്ഞിരുന്നു. ഒട്ടും സമയം നഷ്ടപ്പെടുത്താനില്ലാത്ത ആ പ്രത്യേക സാഹചര്യത്തിൽ അവർ വേഗം തന്നെ പ്രവർത്തിച്ചു. വാഹനമിറക്കിയതും ആശുപത്രിയിൽ എത്തിയതുമൊക്കെ വളരെ വേഗത്തിൽ തന്നെയാണ്. പക്ഷേ വളരെ ഗുരുതരമായിരുന്നു സാറാമ്മച്ചിയുടെ അവസ്ഥ. തോമസ് കുട്ടിയുടെ ക്ലിനിക്കിൽ കയറ്റി ഒട്ടും സമയം കളയാതെ അപ്പോൾ തന്നെ ഷിബുവിൻ്റെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ എത്തിയതേ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് കയറ്റിയതാണ്. പിന്നീട് കുറേ സമയമായിട്ടും യാതൊരു വിവരവും പുറത്തേക്ക് കിട്ടിയില്ല. പുറത്ത് ബന്ധുക്കൾ അക്ഷമയോടെ കാത്തിരുന്നു. അവസാനം ഡോക്ടർ പുറത്തിറങ്ങി വന്ന് പറഞ്ഞത് ഇങ്ങോട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ്. അവർക്ക് ചെയ്യാൻ കഴിയുന്നത് മുഴുവൻ അവർ ചെയ്യുന്നുണ്ട്. എന്നാലും സാധ്യത കുറവാണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളതൊക്കെ നേരത്തെ തന്നെ ചെയ്തു വയ്ക്കാം എന്നാണ് ഷിബു പറയുന്നത്. അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിക്കുകയും കൊടുക്കാനുള്ള കൂതാശകളൊക്കെ കൊടുക്കുകയും ചെയ്യുക. ജോസ് അല്പനേരത്തേക്ക് തളർന്നിരുന്നു പോയി. എന്തൊരു പരീക്ഷണമാണ് ദൈവമേ! വളരെ കുറഞ്ഞ നാളുകളല്ലേ ആയുള്ളൂ അപ്പച്ചന് വേണ്ടി ഇതേ സാഹചര്യം അഭിമുഖീകരിച്ചിട്ട്. അപ്പച്ചൻ സുഖമില്ലാതെ കുറച്ച് ദിവസം കിടന്നിട്ടാണ് എന്ന് വിചാരിക്കാം. ഒരു പരിധിവരെ തങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നതുമാണ് ആ മരണം. എന്നാൽ ഇപ്പോൾ അമ്മയുടെ കാര്യം അതൊന്നുമല്ലല്ലോ. കാര്യമായ ഒരു കുഴപ്പവുമില്ലാതെ വളരെ അടുത്ത ദിവസം വരെ നടന്നതല്ലേ. എന്തു വന്നാലും സഹിച്ചല്ലേ പറ്റൂ. അവർക്കെന്തായാലും വെറുതെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് എത്രയും വേഗം പറഞ്ഞതുപോലെ തന്നെ ചെയ്തേക്കാം. വേണ്ടതെല്ലാം അവർ ചെയ്തു. അറിയിക്കേണ്ടവരെ അറിയിക്കുകയും ചെയ്തു. അച്ഛനെ കൊണ്ടുവന്ന് കൂതാശകളും കൊടുപ്പിച്ചു. സാറാമ്മയ്ക്ക് 4 സഹോദരന്മാരും ഒരു സഹോദരിയുമാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നും 2 പേർ നേരത്തെ മരിച്ചുപോയി. അവരുടെ മക്കൾ നിരത്തുംതട്ടിന് അടുത്ത് തന്നെയായി താമസമുണ്ട്. സാമാന്യം മോശമില്ലാത്ത സാമ്പത്തിക സ്ഥിതിയിലാണ് അവർ. അമ്മാവന്മാർ നേരത്തെ മരിച്ചുപോയതൊന്നും അവരുടെ വളർച്ചയെ ബാധിച്ചിട്ടില്ല. ജോസും ബേബിയും വിവരമറിയിക്കുന്നതിന് മുൻപ് തന്നെ ആ സഹോദരങ്ങളുടെ മക്കളും ബന്ധുക്കളുമെല്ലാം വന്നെത്തി. അവരാണ് ബാക്കിയുള്ളവരെ അറിയിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം കൂടി ഏറ്റത്. ഒരു സഹോദരിയെ കെട്ടിച്ചു വിട്ടിരിക്കുന്നത് നിരത്തുംതട്ടിൽ നിന്നും അധികം ദൂരെയല്ല. അവരെയും മക്കളെയും അറിയിക്കാനും എളുപ്പമായിരുന്നു. അവരും അന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തി. 2 പേർ കുറേ അകലെയാണ് താമസിക്കുന്നത്. ഹൈറേഞ്ചിലെ പൊന്നയാർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. കുടിയേറ്റ കാലത്ത് അങ്ങോട്ട് പോയതാണ്. യാതൊരു മുടക്കുമില്ലാതെ അവർക്ക് കുറേ സ്ഥലം കിട്ടി. അത് മുഴുവൻ വെട്ടിത്തെളിച്ച് നല്ല കൃഷിഭൂമിയാക്കിയിരിക്കുകയാണ് അവർ. അവർക്ക് നല്ല വരുമാനവുമുണ്ട്. നല്ല സാമ്പത്തിക സ്ഥിതിയിലാണ് അവരെല്ലാവരും. ജോസും ബേബിയും ചിലപ്പോഴൊക്കെ അവിടെ പോകാറുള്ളതായതുകൊണ്ട് അവരുമായി നല്ല ബന്ധം നിലനിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് അമ്മാവന്മാരും മക്കളും പലപ്പോഴും നിരത്തുംതട്ടിൽ വരാറുള്ളതുമാണ്. കുട്ടിച്ചൻ മരിച്ചപ്പോൾ അവരെല്ലാവരും വന്നതാണ്. അവിടെ നിന്നും അത്ര പെട്ടെന്നൊന്നും നേരത്തിനെത്തിപ്പെടാൻ കഴിയില്ല. എന്നാലും അവരും വരും. അവരെയും വിവരമറിയിച്ചു കഴിഞ്ഞു. അവരെല്ലാവരും കൂടി പോരാനായി 2 ജീപ്പിൽ പുറപ്പെട്ടു. ചെറുതോണി കഴിഞ്ഞപ്പോഴാണ് വഴി ബ്ലോക്കായത്. വിവരം അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് മുൻപിൽ റോഡിൽ തന്നെ കാട്ടാന നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇനി ഒന്നുകിൽ അവന് തനിയെ തോന്നിയിട്ട് അവിടെ നിന്ന് മാറണം. അതല്ലെങ്കിൽ ഫോറസ്റ്റുകാർ വന്ന് പടക്കം പൊട്ടിച്ചോ മറ്റോ അതിനെ മാറ്റണം. അത്രയും സമയം വേണമെങ്കിൽ വഴിയിൽ കിടന്നോണം. നികുതി അടയ്ക്കുന്നത് നമ്മളാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? കാട്ടാനയ്ക്ക് എന്ത് ബോധ്യമുട്ടായിട്ടാണ് എന്നറിയത്തില്ല. ഇവർക്ക് പോകാനുള്ള അത്യാവശ്യം മനസ്സിലായതുകൊണ്ടാണോ എന്നും അറിയില്ല.
അത് വഴിയിൽ നിന്നും മെല്ലെ താഴത്തെ ഈറ്റക്കാനത്തിലേക്കിറങ്ങി. അതോടെ വാഹനഗതാഗതം പുനഃസ്ഥാപിക്കപ്പെട്ടു. സാറാമ്മച്ചിയുടെ സ്ഥിതിയിൽ ഒരു പുരോഗതിയുമില്ല. അറിയാവുന്നതും ചെയ്യാവുന്നതുമായ ചികിത്സകളെല്ലാം അവിടെ നിന്നും നൽകുന്നുണ്ട്. മറ്റെവിടെയെങ്കിലും പോയതുകൊണ്ട് കാര്യമായ ഉപകാരമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇടയ്ക്ക് 1-2 തവണ ബോധം തെളിഞ്ഞു. അതിലൊരു പ്രാവശ്യം ബോധം തെളിഞ്ഞപ്പോൾ അനുവിനെ അന്വേഷിച്ചു. അവളെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു എന്ന് പ്രത്യേകം പറഞ്ഞു. അതനുസരിച്ചാണ് അനുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. അവൾക്ക് അമ്മച്ചിയുടെ ഈ കിടപ്പ് തീരെ മനസ്സിലായില്ല. വീട്ടിലെ പോലെ അമ്മച്ചി ഇവിടെയും കിടന്നുറങ്ങുകയാണോ എന്നാണ് ആ കുഞ്ഞു മനസ്സ് ചിന്തിച്ചത്. അതുമാത്രമല്ല, അവൾ അങ്ങനെ തന്നെ പറയുകയും ചെയ്തു. അയ്യേ, ഞാൻ ഉറക്കം തെളിഞ്ഞിട്ടും താറാമ്മച്ചി ഉറക്കം തെളിഞ്ഞില്ലല്ലോ, മോശം മോശം. സാറാമ്മച്ചി ഉറങ്ങുകയാണെന്നാണല്ലോ ആ കുഞ്ഞു മനസ്സിൻ്റെ വിചാരം. അമ്മച്ചിയെ എഴുന്നേൽപ്പിക്കാൻ അവൾ കുറേ പണിയെടുത്ത് നോക്കി. അവളുടെ പരിശ്രമത്തിൻ്റെ ഫലമാണോ അല്ലയോ എന്നറിയില്ല. ഏതായാലും സാറാമ്മച്ചി ഒരു തവണ കൂടി കണ്ണു തുറന്നു. അവളെ ചേർത്ത് പിടിച്ച് കുറേ അധികം ഉമ്മ കൊടുത്തു. അതിനുശേഷം അവളെ മോളിയുടെ കയ്യിലേക്ക് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ബോധം പോയി. ആകാംക്ഷയുടെ നിമിഷങ്ങളായിരുന്നു. പിന്നെ ഏത് സമയവും എന്തും സംഭവിക്കാവുന്ന വളരെ വിഷമകരമായ ഒരു സ്ഥിതി. ICUവിലായതുകൊണ്ട് ആർക്കും അടുത്ത് നിൽക്കാൻ കഴിയില്ല. എല്ലാവരും പുറത്തു തന്നെ കാവലിരുന്നു. സാറാമ്മച്ചി സുഖം പ്രാപിച്ചു വരുന്നതാണ് എല്ലാവരും മനസ്സിൽ കണ്ടത്. അതിനായിട്ടാണ് എല്ലാവരും പ്രാർത്ഥിച്ചതും. പുന്നയാറിൽ താമസിച്ചിരുന്ന അമ്മാവനും മക്കളും അന്ന് വൈകുന്നേരമായപ്പോഴേക്കുമാണ് എത്തിയത്. ഇനി അവരുടെ ഓർമ്മയിൽ വിവരമറിയിക്കാനായി ആരും ബാക്കിയില്ല. സാറാമ്മയുടെ സഹോദരന്മാർ 2 പേരും ഒന്ന് കയറി കണ്ടു. എന്നാൽ സാറാമ്മച്ചി അവരെ ആരെയും കണ്ടില്ല. കാരണം അവർ അബോധാവസ്ഥയിലായിരുന്നു. അന്ന് രാത്രി ആരും ഉറങ്ങിയില്ല. എല്ലാവരും പുറത്ത് കാത്തിരുന്നു. അതിനിടെ എപ്പോഴോ ഒരിക്കൽ ഒരു നേഴ്സ് പുറത്തു വന്ന് ചോദിച്ചു, ആരാണ് ജോസ്? ഉടനെ തന്നെ ജോസ് എഴുന്നേറ്റു അവരുടെ അടുത്തേക്ക് ചെന്നു. അകത്തുള്ള അമ്മച്ചിക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട്. നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും നിങ്ങൾ അകത്തുവരെ ചെല്ല്. അധിക സമയം സംസാരിപ്പിക്കരുത് കേട്ടോ. ബാക്കിയുള്ളവരോട് വിവരം പറഞ്ഞിട്ട് ജോസ് അകത്തേക്ക് പോയി. ചെന്നപ്പോൾ അമ്മച്ചി സാധാരണ പോലെ കണ്ണു തുറന്ന് അല്പം സന്തോഷവതിയായി കിടക്കുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയൊന്നും ഉണ്ടായിരിക്കില്ല മിക്കവാറും. അമ്മച്ചിയുടെ കൂടെ വീട്ടിലേക്ക് പോകാം. ഇപ്പോഴത്തെ കിടപ്പ് കണ്ടിട്ട് അമ്മച്ചിക്ക് ഒരു കുഴപ്പവുമുണ്ടെന്ന് തോന്നുന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ജോസ് അമ്മച്ചിയുടെ കിടക്കയുടെ അടുത്തേക്ക് ചെന്നത്. അമ്മച്ചി അവനോട് അവിടെ തന്നെ ഇരിക്കാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. അവൻ അടുത്തിരുന്നപ്പോഴേ അമ്മച്ചി അവൻ്റെ മടിയിൽ കിടക്കണം എന്ന് പറഞ്ഞു. അവൻ അനുസരിച്ചു. അമ്മയെ മടിയിൽ കിടത്തി. ചെറുപ്പത്തിൽ അവനെ മടിയിൽ കിടത്തുന്നത് പോലെ തന്നെ അവനിപ്പോൾ അമ്മയെയും മടിയിൽ കിടത്തി. എന്നിട്ട് എന്താണ് പറയാനുള്ളത് എന്ന ഭാവത്തിൽ ആ മുഖത്തേക്ക് നോക്കി. ചിരിച്ചുകൊണ്ട് സാറാമ്മ അവനോട് ചോദിച്ചു, ഞാൻ ഇപ്പോൾ മരിച്ചു പോയാൽ നിനക്കും ബേബിക്കുമൊക്കെ സങ്കടമുണ്ടായിരിക്കും. എന്നാലും നിങ്ങൾക്കാർക്കും മുന്നോട്ടുള്ള ജീവിതത്തിന് യാതൊരു ബുദ്ധിമുട്ടും വരില്ല. അത് എനിക്ക് തീർച്ചയായും അറിയാം. ഞാൻ പറയുന്നത് ശരിയല്ലേ? അമ്മച്ചിക്കൊരു കുഴപ്പവും ഉണ്ടാവുകയില്ലല്ലോ. പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്? അതല്ലടാ, എനിക്കിപ്പോൾ പറയണം. ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ പറയാൻ കഴിഞ്ഞില്ല എന്ന് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ മരിച്ചു പോയാൽ ആരുമില്ലാതെ വരുന്നത് അനുവിന് മാത്രമായിരിക്കും. ഞാൻ ഇന്നലെ രാത്രി കത്രീനാമ്മയെ കണ്ടിരുന്നു. അവൾ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിന്നോടും പറയുന്നത്. അമ്മച്ചിക്ക് എന്തു പറ്റിയതാവും എന്നായിരുന്നു ജോസിൻ്റെ സംശയം. സംശയം മുറ്റി നിന്ന മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സാറാമ്മ വീണ്ടും പറഞ്ഞു, അവളെ അനാഥമാക്കരുത് എന്ന് ജോസ് ചേട്ടനോടും ബേബി ചേട്ടനോടും പ്രത്യേകം പറയണം എന്ന് പ്രത്യേകം പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചിട്ടാണ് ഇന്നലെ അവൾ തിരിച്ചു പോയത്. ആ കാര്യമാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. അതൊരു പാവം കൊച്ചാണ്. അതിനെ അനാഥമാക്കരുത്. നിങ്ങൾക്ക് മക്കളുണ്ടായി കഴിയുമ്പോൾ അതിനെ ഒരു വേലക്കാരിയെ പോലെ പണിയെടുപ്പിക്കുകയോ കഷ്ടപ്പെടുത്തുകയോ ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ അമ്മച്ചി എന്തൊക്കെയാണ് പറയുന്നത്?
അനു ഞങ്ങൾക്ക് വേറെ ആരുടെയും കുട്ടിയല്ലല്ലോ, സ്വന്തം പെങ്ങളുടെ മകളല്ലേ. പിന്നെ അവളെ തങ്ങൾ അനാഥമാക്കുമോ? എന്നാലും അമ്മച്ചി അങ്ങനെ പറയണമെങ്കിൽ ആ മനസ്സിൽ അല്പം സംശയമെങ്കിലും ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കണം അങ്ങനെ പറഞ്ഞത്. എന്തു തന്നെയാണെങ്കിലും അമ്മച്ചിക്ക് വാക്ക് കൊടുത്തേക്കാം. സ്വന്തം മക്കളെ പോലെ ഞാൻ അവളെയും നോക്കും. ഞാൻ അവളെയും സംരക്ഷിച്ച് നല്ല നിലയിലാക്കി വിടുകയും ചെയ്യും. ആ കാര്യം ഓർത്ത് അമ്മച്ചി വിഷമിക്കുകയേ വേണ്ട. മരണത്തിലേക്ക് പോകുന്ന ഒരാൾക്ക് കൊടുക്കുന്ന വാക്കാണ്. ഒരു കാരണവശാലും തെറ്റിക്കാൻ ഇടവരരുത്. മക്കളുടെ മേൽ ശാപം വീഴുന്നത് അമ്മച്ചിക്ക് സഹിക്കില്ല. ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചത്. ബേബിയോടും കൂടി ഇക്കാര്യം പറയണം. ഇത്രയും പറഞ്ഞ് തീർന്നതേയുള്ളൂ. അമ്മച്ചിയുടെ ശ്വാസഗതിക്ക് വല്ലാത്ത മാറ്റം വന്നു. ശ്വാസം വലിക്കുന്നതിന് വല്ലാത്ത വിഷമമുള്ളതുപോലെ അമ്മച്ചി ജോസിൻ്റെ മടിയിൽ കിടന്ന് പിടയുകയാണ്. അപ്പോഴേക്കും ജോസ് നഴ്സിനെ വിളിച്ചു. അവർ ഓടിയെത്തിയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. കണ്ണുകൾ ഒരെണ്ണം അല്പം തുറന്നു തന്നെയായിരുന്നു. ജോസിൻ്റെ നിറഞ്ഞു തുളുമ്പിയ കണ്ണിൽ നിന്നും ഒഴുകി വീണ കണ്ണീർ അമ്മച്ചിയുടെ മുഖത്തേക്ക് വീണുകൊണ്ടിരുന്നു. രണ്ടുപേരും ഞങ്ങളെ ഇട്ട് പോയി കളഞ്ഞല്ലോ കർത്താവേ. അല്പം ഉറക്കെയുള്ള ജോസിൻ്റെ കരച്ചിൽ കേട്ടാണ് ICUവിലേക്ക് ബേബി ഓടിക്കയറി വന്നത്. നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തണം കേട്ടല്ലോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത പാർട്ട് നാളെ തന്നെ വരുന്നു. കൃത്യം ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ.